ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ നോക്കുന്ന വീഡിയോ നമ്മൾ റൂമുകളിലാണെങ്കിലും അത് സ്റ്റെയറിൻ്റെ സ്ഥലങ്ങളിലാണെങ്കിലും നമ്മൾ ലൈറ്റ് ചെറുതായിട്ട് കൊടുക്കാറുണ്ട്. അതായത് ഫുഡ് ലാമ്പ് സിസ്റ്റമാണ്. അതിൻ്റെ MRP അതിൻ്റെ ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഇന്നത്തെ നോക്കുന്നത്. ഇത് GM എന്ന് പറയുന്ന കമ്പനിയുടെ ഫുഡ് ലാമ്പാണ് വന്നിരിക്കുന്നത്. 470 അതിൻ്റെ MRP കൊടുത്തിരിക്കുന്നത്. എന്തായാലും നമുക്ക് അതിനേക്കാൾ റേറ്റ് കുറച്ച് എന്തായാലും നമുക്ക് കിട്ടും. അപ്പോൾ അത് മാത്രമല്ല, നിങ്ങൾക്കിത് ഫുഡ് ലാമ്പ് നമ്മൾ മെയിനായിട്ട് കൊടുക്കുന്നത്, അതായത് മൊത്തം ലൈറ്റ് കാര്യങ്ങളൊക്കെ റൂമിൽ ഓഫ് ചെയ്താലും ചെറിയൊരു ഡിം ലൈറ്റ്സ് നിങ്ങൾ ആഗ്രഹിക്കുന്ന വ്യക്തിയാണെങ്കിൽ അതിന് വേണ്ടിയിട്ട് നമ്മൾ ബാത്റൂമിൻ്റെ ഏരിയയിലാണ് നമ്മളിത് കൊടുക്കാറ്. അപ്പോൾ ആർക്കും ഡിസ്റ്റർബൻസ് കാര്യങ്ങളില്ലാത്ത രീതിയിൽ ബാത്റൂമിൻ്റെ സൈഡിലായിട്ട്, അതായത് ബാത്റൂമിലേക്ക് കടന്നു പോകുന്നതിന് വളരെ സിമ്പിളായിട്ട് പോകുന്നതിന് വേണ്ടിയിട്ടാണ് കൊടുക്കുന്നത്. അതിൻ്റെ സ്വിച്ച് നമ്മൾ കൊടുക്കുന്നത് ബെഡ് സ്വിച്ചിലായിരിക്കും കൊടുക്കുന്നത്. അതായത് നമുക്ക് എന്തെങ്കിലും ഒരു അത്യാവശ്യം വന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് ചെറിയൊരു ഡിം ലൈറ്റ്സ് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ബാത്റൂമിൻ്റെ സൈഡിൽ കൊടുത്തതിന് ശേഷം അതിൻ്റെ സ്വിച്ച് കൊടുക്കുന്നത് ബെഡ് സ്വിച്ചിൽ കൊടുക്കുന്നത്. ഇതാണ് അതിൻ്റെ മോഡൽ വരുന്നത്. പല ടൈപ്പ് മോഡൽസ് വരുന്നുണ്ട്. ഓവറായിട്ട് ലൈറ്റ് അല്ല, വളരെ ഡിമ്മായിട്ട് വരുന്ന ലൈറ്റ്സാണ് വരുന്നത്. ഒരു 3 വാട്ടൊന്നും മിനിമം ഉണ്ടാവില്ല. 3 വാട്ടിന് താഴെയായിരിക്കും വരുന്നത്. 1 വാട്ട്, 2 വാട്ട്, 3 വാട്ട് അങ്ങനെയുള്ള സിസ്റ്റമാണ് വരുന്നത്. ഏറ്റവും കുറഞ്ഞത് വെക്കുന്നതാണ് ഏറ്റവും നല്ലത്. അതായത് 1 വാട്ട് തന്നെ മതിയാവും. ഇത് ഏകദേശം വരുന്നത് ആ റേഞ്ച് തന്നെയാണ് വരുന്നത്. സാധാരണ വേറൊന്നും ചെയ്യാനില്ല. 2 മോഡ്യൂളായിട്ടാണ് വരുന്നത്. അപ്പോൾ നമ്മൾ ബോക്സ് വയ്ക്കുന്ന സമയത്ത് ഒരു 20 സെൻറ്റിമീറ്റർ ഹൈറ്റിൽ, അതായത് ബാത്റൂമിൻ്റെ സൈഡിൽ നമ്മൾ പുറത്ത് റൂമിൽ നിന്നും തന്നെ ഒരു 20 സെൻറ്റിമീറ്റർ ഹൈറ്റിൽ നമ്മളൊരു മെറ്റലിൻ്റെ ബോക്സ് 2 മോഡ്യൂളിൻ്റെ ബാക്ക് സൈഡ് ബോക്സ് വെച്ച് കൊടുത്താൽ മതി. അവിടെ നമ്മൾ 2 മോഡ്യൂളിൻ്റെ തന്നെയാണ് ഈ പറയുന്ന ഫുഡ് ലാമ്പ് നമ്മൾ വാങ്ങിക്കുന്നത്. ഇപ്പോൾ ഈ നിങ്ങൾക്ക് കാണുന്ന പോലെ തന്നെ പ്ലേറ്റ്, 2 മോഡ്യൂളിൻ്റെ പ്ലേറ്റ്, അതിലേക്ക് 2 മോഡ്യൂളിൻ്റെ ഈ പറയുന്ന ഫുഡ് ലാമ്പ് ജസ്റ്റ് പ്രസ് ചെയ്ത് കയറ്റിയിട്ടതിന് ശേഷം നമ്മൾ ഈ പറയുന്ന ഫേസും ന്യൂട്രും അതിലേക്ക് കണക്ട് ചെയ്യുകയാണ്. അതിൻ്റെ സ്വിച്ച് വരുന്നത് നമ്മൾ ബെഡ് സ്വിച്ചിൽ കൊടുത്തു. ഇതേപോലെ തന്നെ നമ്മുടെ സ്റ്റെയറിൻ്റെ ഏരിയയിലും ചെയ്യാൻ സാധിക്കും. സ്റ്റെയറിൻ്റെ ഏരിയ എന്ന് പറയുന്ന സമയത്ത് നമ്മൾ സ്റ്റെയർ കേസ് കയറി പോകുന്ന സമയത്ത് നമുക്ക് ഒരു 3-4 എൻഡുകളിലായിട്ട് കൊടുക്കാൻ സാധിക്കും. അത് സ്റ്റെയർ കേസ് തുടങ്ങുന്ന സമയത്തും ഏറ്റവും അവസാനിക്കുന്ന സമയത്തും, പിന്നെ ലാൻഡിങ് ഉണ്ടെങ്കിൽ ലാൻഡിങ്ങിൻ്റെ അപ്പുറത്തും ഇപ്പുറത്തും, പിന്നെ വേണമെങ്കിൽ അതിൻ്റെ സെൻറ്റർ കണ്ടിട്ട് നമ്മുടെ സ്റ്റെയറിൻ്റെ നീളം അനുസരിച്ചിട്ട് വേണമെങ്കിൽ കൊടുക്കാൻ സാധിക്കും. അപ്പോൾ നമ്മൾ സ്റ്റെയറിലേക്ക് കയറി പോകുന്ന സ്ഥലത്ത് സ്റ്റെയർ കേസിൻ്റെ ആ ഏരിയയിൽ ഒരു 2-വേ സ്വിച്ച് കൂടി കൊടുത്തിട്ടുണ്ടെങ്കിൽ മെയിനായിട്ട് വരുന്ന സ്റ്റെയർ കേസിൻ്റെ ലൈറ്റ് 2-വേ സ്വിച്ചിലും, പിന്നെ രണ്ടാമത് കൊടുക്കുന്ന 2-വേ നമ്മൾ ഈ പറയുന്ന ഫുഡ് ലാമ്പിന് കൊടുക്കാൻ പറ്റും. മുകളിൽ നിന്നും താഴെ നിന്നും ഓപ്പറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ജസ്റ്റ് സ്റ്റെയറിൽ ചെറിയൊരു ലൈറ്റ് എപ്പോഴും കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ അങ്ങനെ കൊടുക്കുന്നത്. ഫുഡ് ലാമ്പ് തന്നെ പല മോഡൽസ് അവൈലബിൾ ആണ്. 2 മോഡ്യൂൾ, 3 മോഡ്യൂൾ, 4 മോഡ്യൂൾ. ഇനി അത് മാത്രമല്ല സെൻസർ വരുന്ന ടൈപ്പ്, അങ്ങനത്തെ പറയുന്ന രീതിയിലുള്ള ഫുഡ് ലാമ്പുകൾ നമുക്ക് മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ട് കിട്ടും. പിന്നെ ഒരു കാര്യം ശ്രദ്ധിക്കണമെന്ന് വെച്ചാൽ ഫുഡ് ലാമ്പ് നമ്മൾ സെലക്ട് ചെയ്യുമ്പോൾ അത്യാവശ്യം ക്വാളിറ്റി ഉള്ളത് സെലക്ട് ചെയ്യണം. ഒരു 100 രൂപ 120 രൂപ റേഞ്ചൊക്കെ വരുന്ന ഫുഡ് ലാമ്പുകൾ വാങ്ങിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് എപ്പോഴും നമ്മൾ സ്വിച്ച് ഓഫ് ചെയ്ത് കിടന്നാലും ചിലപ്പോൾ തെളിഞ്ഞ് കിടക്കുന്ന ഒരു സിസ്റ്റത്തിലേക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അതായത് ക്വാളിറ്റി കുറച്ച്, അതിൻ്റെ സർക്യൂട്ട് അതിൻ്റെ അകത്തേക്ക് ക്വാളിറ്റി കുറവായിരിക്കും. അതായത് ലൈറ്റ് അപ്പോൾ അതുകൊണ്ട് ചില ഫുഡ് ലാമ്പുകൾ, എല്ലാ ഫുഡ് ലാമ്പുകളും, ചില ഫുഡ് ലാമ്പുകൾ അങ്ങനെ സംഭവിക്കുന്നത് കാണാറുണ്ട്. അപ്പോൾ അത്യാവശ്യം ക്വാളിറ്റിയുള്ള ഫുഡ് ലാമ്പുകൾ വാങ്ങിച്ച് ഫിറ്റ് ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത്. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇൻട്രസ്റ്റ് ആയെന്ന് വിചാരിക്കുന്നു. ഇനി എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യാൻ മടിക്കരുത്, ഷെയർ ചെയ്യാൻ മടിക്കരുത്, സബ്സ്ക്രൈബ് ചെയ്യാൻ മടിക്കരുത്. ഓക്കെ ഫ്രണ്ട്സ്, അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ഓക്കെ. There was once a day that I would pray for you. I'd go and misbehave just so you'd notice too. Sneaking looks up and down from across the room. And damn, what a hell of a view.